എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗൗതം പിങ്കിയോട് പറയുകയാണ്, നന്ദയുടെ ജീവിതത്തെ പറ്റിയൊന്നും ഇവിടെ ആരോടും ഒന്നും പറയണ്ടെന്ന്. നന്ദയുടെ കൂടെയാണ് നിർമ്മൽ ഉള്ളതെന്നും ഇവിടെയുള്ള ആരോടത്തും ഒന്നും പറയണ്ടെന്ന്. അന്നേരം പിങ്കി ചോദിക്കുവാണ്, അതെങ്ങനെയാണ് ഗൗതം നമ്മളിവിടെയുള്ളവരടുത്തൊന്നും പറയാതിരിക്കുന്നത്? നന്ദയുടെ കുഞ്ഞാണ് ഗൗരിയെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബഹളമെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ തന്നെ അവർ സ്വാഭാവികമായിട്ടും അത് ചോദിക്കത്തില്ലേ, നന്ദയുടെ ഭർത്താവ് ആരാണെന്ന്? അന്നേരം നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ? അന്നേരം ഗൗതം പറയുവാണ്, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴല്ലേ അത് പറയണം, അത് അപ്പോൾ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന്, അവരോരോ സംശയങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന്. ഇതെല്ലാം ഒതുങ്ങുമ്പോൾ അങ്ങനെ ഒരു ചോദ്യവുമായി അവരെത്തും എന്ന് തന്നെയാണ് പിങ്കി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഗൗതം പറയും, അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ നന്ദുവിനെ ദത്തെടുത്തതുപോലെ ഗൗരിമോളെ നന്ദ ദത്തെടുത്തതാണെന്ന് പറയാമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചോളും. കാരണം നന്ദയ്ക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പിങ്കിയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചുകൊള്ളും. അന്നേരം നന്ദേനെ ആരും കുറ്റപ്പെടുത്താനൊന്നും പോകില്ല എന്ന് ഗൗതം പറയുമ്പോഴത്തേക്ക് പിങ്കിക്ക് അതൊരു വിഷമാവുകയാണ് ചെയ്യുന്നത്. അന്നേരം പിങ്കി പറയുവാണ്, എന്തിൻ്റെ പേരിലായാലും നന്ദയെ ആരും കുറ്റപ്പെടുത്തുന്നത് ഗൗതത്തിന് ഇഷ്ടമല്ലല്ലേ എന്ന്, അതുകൊണ്ടല്ലേ ഗൗതം ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചതിന് ശേഷം ഒരു വിഷമത്തോടെയാണ് പിങ്കി പോകുന്നത്. പിങ്കി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഗൗതം എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആകെ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ഒരു ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് ഗൗതത്തിൻ്റെ ഇരിപ്പ്. ഇനി കാണിക്കുന്നത് മോഹിനിയെയും പവിത്രയും ജഗന്നാഥനെയുമാണ്. മോഹിനി പറയുകയാണ്, ആ നന്ദ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുതെന്ന്, അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, ഏതായാലും അവൾ ഈ ജീവിതം വിട്ട് പോയതാണ്, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്ന് മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ട് നന്ദയ്ക്ക് ഇങ്ങോട്ട് വന്നുകൂടാ, നന്ദ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന ഗൗതവുമായി വീണ്ടും. അന്നേരം മോഹിനി ചോദിക്കുവാണ്, അതെങ്ങനെ ശരിയാകുമെന്ന്, അതെങ്ങനെയാണ് നന്ദ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവളോടൊപ്പം ഒരു കുഞ്ഞുമായിട്ടാണ് അവൾ പോയത്, ആ കുഞ്ഞിനെ കൊണ്ട് കൊന്നിട്ട് ഒരു ചോരക്കറയുമായിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് മോഹിനി പറയുന്നുണ്ട്. അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട്, ആക്സിഡൻ്റ് എന്ന് പറയുന്ന കാര്യം ആരുടെ ജീവിതത്തിലും എപ്പോഴും വേണമെങ്കിലും വരാമെന്ന്, ഒരിക്കലും ആ കുഞ്ഞ് മരിക്കണം എന്ന് കരുതി നന്ദ ഒന്നും ചെയ്തതല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിന് നന്ദയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പവിത്ര പറയുവാണ്, അതല്ല അമ്മേ, സത്യത്തിൽ ഗൗതമേട്ടനും പിങ്കി ചേച്ചിയുമായിട്ട് ഇതുവരെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല എന്ന്, ആ സ്ഥിതിക്ക് നന്ദേച്ചി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനം ആകില്ലേ എന്ന് പറയുന്നുണ്ട്, ഗൗതമേട്ടനും ഒരു ജീവിതം ആകില്ലേ എന്ന് പവിത്ര പറയുന്നുണ്ട്. അന്നേരം മോഹിനി പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും ഒരുപാട് തത്വശാസ്ത്രമൊന്നും പറയണ്ടെന്ന്, ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ട, ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ അങ്ങോട്ട് പോയാൽ മതിയെന്ന് മോഹിനി പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് സഹിച്ചതിന് ശേഷമാണ് ഒരു സമാധാനമുള്ള ജീവിതം കിട്ടിയതെന്ന്, ഇനി ആരും ഇവിടേക്ക് വരാതിരുന്ന ഇനി നിന്റെ വയറ്റിലുള്ള കുഞ്ഞാണ് ഇവിടുത്തെ എല്ലാ അവകാശങ്ങളും എന്ന് പറയുന്നുണ്ട്, എല്ലാ അധികാരവും അനന്തരാവകാശം എല്ലാം നിന്റെ കുഞ്ഞായിരിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് മോഹിനി പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്ന് മോഹിനി പറയുന്നു. വേറെ ആരും അതിൻ്റെ അകത്ത് കയറി അഭിപ്രായങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം പവിത്ര പറയുവാണ് മനസ്സിൽ, എൻ്റെ വയറ്റിൽ ജനിക്കാത്തൊരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞാണല്ലോ അമ്മ ഇതെല്ലാം പറയുന്നതെന്ന് പവിത്ര ഓർത്തു പോവുകയാണ്. അങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നന്ദുകുട്ടനെയാണ്. നന്ദുമോൻ ഗൗരിയെ വിളിക്കുവാണ്, കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഫോണ്, ഗൗരിമോള് എടുക്കുന്നതേ ഇല്ല, അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരമാണ് വലിയമ്മ നന്ദുമോൻ്റെ അടുത്തേക്ക് വരുന്നത്. അന്നേരം വലിയമ്മ ചോദിക്കുകയാണ്, മോൻ എന്തെടുക്കുക അവിടെ? അന്നേരം നന്ദുമോൻ പറയുവാണ്, ഓ മുത്തശ്ശിയാണോ, ഞാൻ പേടിച്ചു പോയി എന്ന്. വലിയമ്മ ചോദിക്കണം, നീ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമായിരുന്നോടാ? അന്നേരം നന്ദുമോൻ പറയുവാണ്, ഞാൻ കള്ളത്തരമൊന്നും ചെയ്യുന്നതല്ല, ഞാൻ ഗൗരിമോളെ ഒന്ന് വിളിക്കുമായിരുന്നു എന്ന്. അന്നേരം വലിയമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും ആ ജന്തുക്കളെല്ലാം വിളിക്കുന്നതെന്ന്, അതിൻ്റെ ഒന്നും ആവശ്യം നിനക്കില്ല. അന്നേരം നന്ദുമോൻ പറയുവാണ്, അതെന്തിനാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഗൗരി, അവളെ ഞാൻ വിളിച്ചെന്ന് കരുതി എന്താ വരാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വലിയമ്മ പറയുവാണ്,
ഇനി എന്തായാലും ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതിയെന്ന്. അവളെ നീ വിളിക്കണ്ട. അന്നേരം നന്ദു പറയുവാണ്, ഇല്ല ഞാൻ വിളിക്കുക തന്നെ ചെയ്യുമെന്ന്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൗരി, ഗൗരിയെ വിളിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. അന്നേരം വലിയമ്മ പറയുവാണ്, നിന്നെ ഞാൻ ഒന്നും അടിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിയാം, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ നിന്നെ അടിക്കാതെ എന്നുള്ളതേയും തന്നെ നീ ഇതിനെ തടയുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് മേടിച്ച് വയ്ക്കുന്നുണ്ട് വലിയമ്മ. എന്നിട്ട് പറയുവാണ്, ഞാൻ ഇതിൽ നിന്നും ഗൗരിയുടെ നമ്പർ ഡിലീറ്റ് ചെയ്യും, പിന്നെ ബ്ലോക്ക് ചെയ്തും വെക്കും. പിന്നെ എങ്ങനെയാണ് നീ വിളിക്കുന്നതെന്ന്, പിന്നെ എങ്ങനെ വിളിക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് വലിയമ്മ പറയുന്നുണ്ട്. അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരം വലിയമ്മ ഫോണെടുത്ത് നമ്പർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലോക്ക് എന്താണെന്ന് നന്ദുമോനോട് ചോദിക്കുമ്പോൾ നന്ദുമോൻ പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് തന്നെ പറയുകയാണ്. അന്നേരം വലിയമ്മ പറയുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് പിങ്കി വരികയാണ്. പിങ്കിയെടുത്ത് വലിയമ്മ ചോദിക്കുന്നുണ്ട് പാസ്വേഡ് പറഞ്ഞുതരാൻ. അന്നേരം നന്ദുമോൻ പിങ്കിയോട് പറയുവാണ്, പറഞ്ഞു കൊടുക്കല്ലേ അമ്മ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം വലിയമ്മ തീരെ നിർബന്ധിക്കുമ്പോൾ പിങ്കി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് പാസ്വേഡ്. എന്നിട്ട് വലിയമ്മ പറയുകയാണ്, നീ ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് വലിയമ്മ ഫോണും കൊണ്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ്. പോകുമ്പോൾ നന്ദു പുറകെ പോയിട്ട് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ആ സ്റ്റെപ്പിൽ നിന്നിട്ട്. എന്നിട്ട് ഫോണിന് വേണ്ടി സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ പിടിവലി വയ്ക്കുകയാണ് വലിയമ്മയും നന്ദുമോനും. അപ്പോൾ അന്നേരം പിങ്കി പറയുവാണ്, മോനെ ഒന്നും ചെയ്യില്ല, അവിടെ നിന്ന് വീഴും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങോട്ടേക്ക് ഗൗതം എത്തുകയാണ്. എത്തുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ പിങ്കി പറയുകയാണ്, ഇതുപോലെ ഗൗരിമോളുടെ നമ്പർ വലിയമ്മ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്, അത് നന്ദൂട്ടൻ സമ്മതിക്കാത്തതിൻ്റെ ഇതാണ് കാണിക്കുന്നത്, വലിയമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാനാണ് നന്ദുമോൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കാണിക്കേണ്ടതും ചെയ്യേണ്ടതൊക്കെ സ്റ്റെയർകേസിൽ വെച്ചിട്ടാണോ, സർക്കസ് കാണിക്കാതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങ നന്ദു എന്ന് പറയുന്നുണ്ട് ഗൗതം. അന്നേരം ഇത് പറഞ്ഞതിന് ശേഷം വലിയമ്മേനെ കൈ എടുക്കുമ്പോഴത്തേക്ക് നന്ദുമോൻ സ്റ്റെയർകേസിൽ നിന്ന് തട്ടിങ്ങ് വീഴുകയാണ്. ഇങ്ങനെ വീഴുന്നത് മോൻ്റെ ബോധം അങ്ങോട്ട് പോകുന്നു. അന്നേരം നന്ദുമോനെ പിങ്കിയും ഗൗതവും ഓടി വന്ന് വിളിക്കും, എന്നിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കുമ്പോഴത്തേക്ക് ബോധമില്ല, അനക്കമൊന്നുമില്ല. അന്നേരം ആകെ ടെൻഷൻ ആകുന്നുണ്ട്. എന്നിട്ട് ഗൗതം മോനെടുത്ത് പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇത് വലിയമ്മയ്ക്ക് ആകെ സങ്കടമാകുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടിട്ട് തളർന്ന് അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടിട്ട് വലിയമ്മ തളർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ നന്ദുമോനൊന്നും വരുത്തരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് വലിയമ്മ അവിടെ നിന്നിട്ട്. ഗൗതം നേരെ ഹോസ്പിറ്റലിലേക്ക് നന്ദുമോനെ കൊണ്ട് പോകുന്നു. അന്നേരം കാഷ്വാലിറ്റിയിൽ കൊണ്ട് കിടത്തുകയാണ്. അതിനുശേഷം ഡോക്ടേഴ്സൊക്കെ വന്ന് നോക്കുന്നുണ്ട് നന്ദുമോനെ. അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണെന്ന്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് വീണതാണെന്ന്. എന്നിട്ട് ഡോക്ടർ പറയണം അവരെടുത്തൊന്ന് പുറത്ത് നിൽക്കുമെന്ന് ഗൗതത്തിനോടും പിങ്കിയോടും പറയുന്നുണ്ട്. അന്നേരം ടെൻഷൻ കാരണം അവർ രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ടാണ് പിങ്കിയെയും ഗൗതത്തിനെയും പുറത്തേക്ക് അയക്കുന്നത്. ആ സമയം പിങ്കി പുറത്തിരുന്ന് ഭയങ്കര കരച്ചിലാണ്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ട, നന്ദുമോനൊന്നും സംഭവിക്കില്ല എന്ന്. അന്നേരം പിങ്കി പറയുവാണ്, വലിയമ്മയിൽ നിന്ന് ഫോൺ വാങ്ങിയപ്പോഴത്തേക്കും പറയണമായിരുന്നു, ഫോൺ വാങ്ങണ്ട എന്ന് പറയേണ്ടതായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ മോനൊന്നും സംഭവിക്കാതിരുന്നാൽ മതി എന്ന് പിങ്കി പറയുന്നുണ്ട്. ദൈവം എനിക്ക് അവനെ തിരിച്ച് തന്നാൽ മതി എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, താൻ വിഷമിക്കേണ്ട, ഒന്നും അവന് സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം പിങ്കിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും നന്ദുമോനെ ഡോക്ടർ നോക്കിയതിന് ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഗൗതം ചോദിക്കുവാണ്, ഡോക്ടറെ മോൻ എങ്ങനെയുണ്ടെന്ന്. ബോധം തെളിഞ്ഞു, പക്ഷെ കാലിന് നല്ല വേദനയുണ്ടെന്ന്. അന്നേരം ഗൗതം ചോദിക്കുവാണ്, ഡോക്ടർ പേടിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുവാണ്, എല്ലാവരും പറയുന്ന പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല, എന്തായാലും ചതവ് പറ്റിയ കാലിനാണ്, അവൻ്റെ സുഖമില്ലാത്ത കാലിനാണ് ചതവ് പറ്റിയതെന്ന്. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ കാലിന്, അതുകൊണ്ട് തന്നെ ഇത്ര നിസ്സാരമായിട്ട് കാര്യം എടുക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഗൗതത്തിനോട്. അന്നേരം ഗൗതം പറയുവാണ് ഡോക്ടറിൻ്റെ അടുത്ത്, ഞാൻ എത്ര കാശ് വേണമെങ്കിലും ഞാൻ ഡോക്ടറിന് തരാം, എൻ്റെ മോനെ ഒന്ന് സുഖപ്പെടുത്തി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുവാണ്, എനിക്ക് പറ്റുന്നത് പോലെയെല്ലാം മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിങ്കി ഭയങ്കരമായിട്ട് കരയുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ടെൻഷനാണ് ഗൗതവും. കാണിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിയാണ്. ലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ്. അന്നേരം അങ്ങോട്ടേക്ക് മോഹിനി വരുന്നുണ്ട്. പവിത്ര ചോദിക്കുവാണ് വലിയേടത്തേക്ക് എങ്ങനെയുണ്ടെന്ന്, ഇത്തിരി ടെൻഷനിലാണെന്നൊക്കെ
ലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പോഴും നന്ദയുടെ മോളെയൊക്കെ പ്രായിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പേര് കേട്ടപ്പോഴേ ഇന്ദീവനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരുടെ പേര് കേട്ടപ്പോഴേ ഇന്ദീവനത്തിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് വലിയേടത്തി പറയുന്നത് എന്ന് മോഹിനി പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി പറയുവാണ് അത് നന്ദയും മോളും കാരണം ഇവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവരെന്തിനാണ് നന്ദമോൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? അതുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ കൂടി വരുന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയോ കൂടോത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് നന്ദമോൻ ഗൗരിയെ കാണുമ്പോൾ ഗൗരി മോള് അവൻ്റെ ഫ്രണ്ടാണ്, അവളെ വിളിക്കുകയും നന്ദ മാത്രം ചികിത്സിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്, എന്തോ നന്ദമോന് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തിരിപ്പിക്കുകയാണ് ലക്ഷ്മിയെ. ഇങ്ങനെയൊക്കെ മോഹിനി പറഞ്ഞു കൊടുക്കുമ്പോൾ നന്ദയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കേട്ടുകൊണ്ട് എല്ലാം സമ്മതിച്ച് കൊടുത്തുകൊണ്ട് നിൽക്കുവാണ് ലക്ഷ്മിയും. ഒക്കെ പറഞ്ഞതിന് ശേഷം ലക്ഷ്മി പറയുവാണ് ആ ഗൗരിയാണ് നന്ദമോനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുന്നതെന്ന്. എന്നിട്ട് മോഹിനി പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ അടുത്തൊക്കെ എന്തിനാ ഇങ്ങനെ ബന്ധം കൂടാൻ നിൽക്കുന്നത്, ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗരി മോള് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൗരിക്ക് അതൊരു ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. അന്നേരം ഗൗരി ഓർക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നന്ദമോൻ കട്ട് ചെയ്ത് വിടുന്നതെന്ന്. അവനോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വിളിക്കുന്നത്, എന്തിനാ അവൻ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നതെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ഗൗരി മോള്. ഒന്നുകൂടെ വിളിച്ച് നോക്കാമെന്നൊക്കെ. എന്നിട്ട് വീണ്ടും ഫോൺ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഗൗരി മോള് വിളിക്കുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ഫോൺ എടുത്തു 2 ചീത്ത അങ്ങോട്ടേക്ക് പറയും, അവൾ പിന്നെ ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയോട്. അന്നേരം ലക്ഷ്മി പറയുവാണ് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല മോഹിനി എന്ന്. നേരെ മോഹിനി ഫോൺ വാങ്ങിയിട്ട് പറയുവാണ് ഇങ്ങോട്ടെടി ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി സംസാരിക്കുന്നുണ്ട്. അന്നേരം ഗൗരി മോള് ഫോൺ എടുത്തെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക നന്ദൂട്ടാ, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന്, നീ ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് വിഷമാകത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മോഹിനി പറയുവാണ് നിനക്കൊക്കെ നാണമില്ലേ, ഇത്രയും ചെറിയ പ്രായത്തിലേ ഫോൺ വിളിക്കാൻ, ഇങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗരിയുടെ അടുത്ത്. അന്നേരം ഗൗരി ചോദിക്കുവാണ് അതിനെന്താ കുഴപ്പം, ഞാൻ നന്ദുവിനെയല്ലേ വിളിച്ചതെന്ന്. അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന്. അന്നേരം ഗൗരി പറയുവാണ് എനിക്ക് വേറെ പണിയുണ്ട്, സ്കൂളിൽ പോകണം, കളിക്കണം, അമ്മയെ സഹായിക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെന്ന്. അന്നേരം മോഹിനി പറയുവാണ് എങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ് ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മോഹിനി പറയാണ് ഭദ്രകാളിയാണ് വിളിക്കുന്നത്. അങ്ങോട്ടേക്ക് ആ സമയത്ത് എത്തുന്നത് നന്ദ വന്നിട്ട് ചോദിക്കുകയാണ് ഗൗരിമോൾ നീ ആരെയെ വിളിക്കുന്നതെന്ന്. അന്നേരം ഗൗരിമോൾ പറയുവാണ് ഞാൻ നന്ദുമോനെ വിളിച്ചതാണെന്ന്, നന്ദുവിനെ വിളിച്ചപ്പോൾ ഒരു ഭദ്രകാളിയാണ് എടുത്തതെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ പറയുവാണ് ആ ഫോൺ ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് ഫോണിനെ നന്ദ ഇങ്ങോട്ട് വാങ്ങുകയാണ്. എന്നിട്ട് അതിനുശേഷം മോഹിനി ഇങ്ങനെ പറയുന്നത് കറക്റ്റായിട്ട് നന്ദ കേൾക്കുന്നുണ്ട്. നിന്റെ തള്ള ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷമാണ് ഈ വീടിന് ഇത്തിരി സമാധാനമായെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഈ വീടിനൊരു സമാധാനം കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നന്ദുക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വലിഞ്ഞേറി വന്നേക്കരുതെന്നൊക്കെ മോഹിനി ഫോണിലൂടെ പറയുന്നുണ്ട്. ഈ വീടിൻ്റെ സ്വൈര്യം കളയാൻ വേണ്ടി നീയൊക്കെ ഇനി ഇവിടെ വിളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ നിന്റെ കൈ ഞാൻ തല്ലി ഒടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് മോഹിനി ഫോൺ വയ്ക്കുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് മോഹിനിയാണ് ഫോണിൽ സംസാരിച്ചതെന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഡോക്ടേഴ്സിനെയാണ്. ഡോക്ടർ നന്ദുമോനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം നന്ദു കരയുന്നുണ്ട് എനിക്ക് ഡോക്ടർ ആൻറ്റി വന്നാൽ മതി, ഡോക്ടർ ആൻറ്റിയെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഡോക്ടർ ആൻറ്റി വന്നാലേ എൻ്റെ അസുഖമെല്ലാം മാറത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് ഡോക്ടർമാരെല്ലാം പരസ്പരം ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ആരെയാ ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അന്നേരം നന്ദുമോൻ പറയുവാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് നന്ദ എന്ന്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ ആൻറ്റി എന്ന് ഞാൻ പറയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതത്തിനെയും പിങ്കിയെയും കാണണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പിങ്കിയെയും ഗൗതത്തിനെയും വിളിച്ചിട്ട് പറയുവാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ ആഴത്തിൽ അവരുടെ ആ ചികിത്സ പതിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇനി ആ ഡോക്ടർ ചികിത്സിച്ചാൽ മാത്രമേ അവൻ്റെ രോഗം ഭേദമാകത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുവാണ്. എന്നൊരവസ്ഥയിലേക്ക് അവ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേറൊരാൾ ചികിത്സിച്ചാൽ അവൻ്റെ രോഗം ഭേദമാകില്ല എന്ന് പറയുന്നു. ആര് പറഞ്ഞാലും അവൻ അതനുസരിക്കത്തില്ല, അവൻ്റെ മനസ്സ് ഉൾക്കൊള്ളത്തില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ് അത് നടക്കില്ല, ഈ ലോകത്തിലെ എന്ത് കാര്യം പറഞ്ഞാൽ ഞാൻ അത് കൊണ്ട് തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ഗൗതം പറയുമ്പോഴത്തേക്ക് ഡോക്ടർ ചോദിക്കുവാണ്, നിങ്ങൾ നന്ദുമോൻ്റെ അച്ഛനും അമ്മയല്ലേ, അപ്പോൾ ആ കുട്ടിയുടെ രോഗം ഭേദമാകുക എന്നതല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. അതിന് പകരം ഇങ്ങനെ വാശി കാണിക്കുകയാണോ വേണ്ടതെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ് ആ ഡോക്ടർ വന്നാൽ ശരിയാകത്തില്ല എന്ന്. അന്നേരം ഡോക്ടർ പറയുവാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതലൊന്നും പറയാനില്ല എന്ന്. കുഞ്ഞിൻ്റെ രോഗം ഭേദമാകണമെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ തന്നെ ഇവിടെ എത്തിയേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവൻ്റെ രോഗം ഭേദമാകില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൻ ചെന്നെത്തും. അങ്ങനെ ഒരു അവസ്ഥ അവന് വരാതിരിക്കണമെങ്കിൽ ആ ഡോക്ടർ ഇവിടെ എത്തിയേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് ദേഷ്യത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഗൗതം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ദേഷ്യവും സങ്കടവും എല്ലാം വന്ന് നിൽക്കുന്ന ഗൗതത്തിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ദേഷ്യവും വിഷമവും എല്ലാം വന്ന് നിൽക്കുന്ന ഗൗതത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.